റബീഉൽ അവ്വലാണ്. ഒറ്റ ദിവസവും മുടങ്ങാതെ വീട്ടിൽ മൗലിദോദണം. നമ്മൾ ഓതിയാൽ പോരെ, മക്കളും ഭാര്യയും കുടുംബവും ഓതണം. എല്ലാ ദിവസവും സ്വലാത്തു ചൊല്ലണം. ഈ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിലേക്ക് നമ്മൾ ഹയാത്താക്കണം. ദുഹാ പതിവാക്കാത്തവർ അത് പതിവാക്കാൻ ശ്രമിച്ചോളൂ. അത് ഈ റബീഉൽ അവ്വലിന്റെ സമ്മാനമാണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിൽ ധരിക്കാൻ ശ്രദ്ധിച്ചോളൂ. അത് നമുക്ക് ചെലവില്ലാതെ അവിടുത്തെ ചര്യ തുടരാൻ ഒരു മാർഗമാണ്. മോതിരം ഇല്ലാത്തവർ ഒരു ചെറിയ മോതിരം ഇട്ടോളൂ. അതും അവിടുത്തെ സുന്നത്താണ്. ആ മോതിരം ധരിക്കുമ്പോൾ ആ സുന്നത്തിനെ ഇഹ്യാ ചെയ്യുന്നു എന്ന നിലക്ക് ഇട്ടോളൂ. അതിനും പ്രതിഫലമുണ്ട്. നഖം മുറിക്കാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ക്രമത്തിൽ വലതു കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് മുറിച്ചോളൂ. അത് മുറിക്കുമ്പോൾ എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണെന്ന ചിട്ടയിൽ അത് പാലിച്ചാൽ അതിനും പ്രതിഫലമുണ്ട്. ആദത്തുകൾ ഇബാദത്തായി മാറും. തലപ്പാവണിയുമ്പോൾ ഇരുന്നു കൊണ്ട് തലപ്പാവണിയരുത്, നിന്ന് തലപ്പാവണിഞ്ഞോളൂ. അത് സുന്നത്താണെന്ന ചിന്തയിലായാൽ അതിനും പ്രതിഫലമുണ്ട്. അങ്ങനെ സുന്നത്തുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നപ്പോൾ ചൊല്ലിയ ദിക്റുണ്ട്. നമ്മളും പതിവാക്കാൻ ശ്രമിക്കണം. ആദ്യം ഉണർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്ന ആലു ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകളുണ്ട്. ഇന്ന ഫീ